ഇനി അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഒരു മിക്സഡ് ഇമോഷൻ നമുക്ക് വരുന്നൊരു വാർത്തയാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും മരണാനന്തര അവയവദാനം നടക്കുന്നു. വാഹനാപകടത്തിൽ മരിച്ച കിളിമാനൂർ സ്വദേശിയായ ജിജിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്തു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്നലെയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. ഹൃദയം, കരൾ, വൃക്കകൾ, കോർണിയ എന്നിവയാണ് ദാനം ചെയ്തത്. വിശദാംശങ്ങളുമായി സനിസ ശോഭാചന്ദ്രൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നുണ്ട്. സനിസ, ഗുഡ് മോർണിംഗ്. അങ്ങനെ വീണ്ടും ഒരു അവയവമാറ്റം സംസ്ഥാനം നടന്നിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസമാണ് വാഹനാപകടത്തിൽ ഈ കിളിമാനൂർ സ്വദേശി ജിജിൻ മരണപ്പെടുന്നത്. സുഹൃത്തുമായി സഞ്ചരിക്കുമ്പോൾ ബൈക്ക് അപകടത്തിൽപ്പെടുകയായിരുന്നു. ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ ജിജിന്റെ 5 അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. സംസ്ഥാനത്ത് വീണ്ടും ഒരു മരണാനന്തര അവയവദാനം നടക്കുകയാണ്. ജിജിന്റെ ഹൃദയം, കരൾ, വൃക്കകൾ, കോർണിയ എന്നിവയാണ് ദാനം ചെയ്യുന്നത്. ഇത് സ്വീകരിക്കാനായി വിവിധ ആശുപത്രികളിൽ ആളുകൾ, സ്വീകർത്താക്കൾ റെഡിയായി നിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. മരിച്ച ജിജിൻ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ക്ലർക്കാണ്. ഈ ഹൃദയം, കരൾ, വൃക്ക കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. മറ്റൊരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെയുള്ള ഒരാൾ സ്വീകരിക്കും. കോർണിയ കണ്ണാശുപത്രിയിലേക്കുമാണ് പോകുന്നത്. ജിജിൻ ഇനി ഈ അവയവങ്ങൾ സ്വീകരിക്കുന്നവരിലൂടെ ജീവിക്കുമെന്ന് തന്നെ പറയാം. സേതു. ഓക്കെ സനിസ, ശരി. സനിസ ശോഭാചന്ദ്രനാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. നോക്കൂ.